ഊബറോടാണ്. ഊബർ ഓൺലൈൻ ടാക്സി ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഇതിപ്പം എന്താ പറയുക, ഭയങ്കര റേറ്റ് കുറവാണ് ഊബർ കിട്ടുന്നത്. അതായത് ട്രിപ്പ് വളരെ കുറവാണ്. അതിൻ്റെ ഉള്ളിൽ വളരെയധികം റേറ്റ് കുറവാണ്. 6 കിലോമീറ്റർ ഓടുന്നതിന് 90 രൂപ, 6.5 കിലോമീറ്റർ 100 രൂപ, 120 രൂപ കിട്ടുന്നത്. 7 കിലോമീറ്ററിനൊക്കെ 120 രൂപ. നമ്മൾ സാധാരണ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സമയത്ത്, സ്റ്റാൻഡിൽ ഓടിക്കുന്ന സമയത്ത് ഇതിലും കൂടുതൽ പൈസ ഇട്ട് വരുന്നു. ഇപ്പം അങ്ങനെ സ്റ്റാൻഡിൽ ഓടിയിരിക്കുന്ന റേറ്റിന് പോലും ഓടാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം. CNG ആണെങ്കിലും ഡീസലിനാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര വില കൂടുതൽ. ഒരു ചായ കുടിക്കണമെങ്കിൽ 15 രൂപ. കടി കഴിഞ്ഞ ദിവസം ഒരു കടി വാങ്ങിച്ചതിന് 12 രൂപയായി. ഇപ്പം കടിക്കും 10 രൂപ അല്ല, 12 രൂപ, 15 രൂപ ഉള്ളതൊക്കെ പറ്റാം. ഏറ്റവും നോർമൽ കടിയാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ വന്നാലും ഒരു ചായ പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അത്യാവശ്യം പമ്പിൽ നിന്നൊക്കെ വെള്ളം കൊടുത്താണ് ഞങ്ങൾ കുടിക്കുന്നത്. കുറേ ആൾക്കാർ വീഡിയോ ഒക്കെ കണ്ടിട്ട്, മറ്റുള്ള കുറേ ഇൻഫ്ലുവൻസർമാർ, എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ ഉള്ള കുറേ ഉണ്ണാണ്ടന്മാർ ഇട്ടേക്കണ വീഡിയോ കണ്ടിട്ട് ഓടിച്ചാടി ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. പല സ്ഥലങ്ങളിൽ നിന്ന്, അതായത് ഞങ്ങളൊക്കെ എറണാകുളം ജില്ലയിൽ തന്നെ ജനിച്ച് വളർന്ന ആൾക്കാരാണ്. ഞങ്ങളിവിടെ തന്നെയൊക്കെ തൊഴിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പല ജില്ലകളിൽ നിന്നും ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് കൂടി ജോലി ചെയ്യുന്നുണ്ട്. ജോലി ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവരും വന്നത്. അതെല്ലാം സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ജോലി ഇല്ലാത്ത ആൾക്കാർ ജോലി തേടി വരുന്നുണ്ട്. അത് കുഴപ്പമില്ല. ആ സമയം ഉണ്ടല്ലോ, ഇവിടെ ജോലി ഉണ്ടായിട്ട് ചില ആൾക്കാർ ഗവൺമെൻറ് ജോലിയുള്ള അവന്മാർ വരെ കാറ് വാങ്ങിച്ചിട്ട് ടാക്സി ആക്കിയിട്ട് അവന്മാരുടെ ജോലി സമയം കഴിഞ്ഞിട്ട് ഊബർ ഓടാൻ വേണ്ടിയിട്ട്. അത് ശരിക്കും പറഞ്ഞത് തെണ്ടിത്തരമാണ്. നമ്മളോട് കാണിക്കുന്നത് തെണ്ടിത്തരമാണ്. എല്ലാം കൂടി ഇപ്പോൾ ഊസാനം ഊമ്പി തെളിഞ്ഞിരിക്കുകയാണ്. കൂടി വന്നിട്ട് ഇപ്പോൾ ഓട്ടോ ഒന്നുമില്ല, എല്ലാം കൂടി ഓടിയത്. അങ്ങനെ ഒരു 70-72 രൂപയുടെ ഓട്ടോ എടുക്കണമെങ്കിൽ ഇപ്പോൾ 2 കിലോമീറ്ററൊക്കെ പോയിട്ട് പിക്കപ്പ് ചെയ്യണം. ഈ സമയത്തൊക്കെ എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും സംസാരിക്കാൻ പോലും സമയം കിട്ടാറില്ല. ഇടക്കടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഇത്ര നേരം എപ്പോഴാണ് രാവിലെ തുടങ്ങി നിന്നിട്ട് ഈ നേരം എപ്പോഴാണ് വൈകുന്നേരം എപ്പോഴാണ് അടിക്കാൻ തുടങ്ങിയേക്കുന്നത്. അതായത് ആൾക്കാർ ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ചെറിയ ചെറിയ കൊച്ചു ഓട്ടങ്ങൾ കിട്ടുന്നുണ്ട്. ഓട്ടങ്ങൾ കിട്ടണതിൻ്റെ അല്ല, ഓട്ടങ്ങൾ ജനങ്ങൾക്ക് ഓൺലൈൻ ടാക്സി ഒക്കെ ഭയങ്കര ഉപകാരമാണ്. വളരെ കുറഞ്ഞ റേറ്റിൽ അവർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള ഇതുകൊണ്ട് ഉപജീവന മാർഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന, അതുപോലെ ടാക്സി ഓടിച്ച് ജീവിക്കുന്ന ആൾക്കാരൊക്കെ, അവരെ ഭയങ്കര ബുദ്ധിമുട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഓൺലൈനിലെ ഈ ചാർജ് കൂട്ടി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവർ മഴ പെയ്യണ സമയത്ത് ചാർജ് ഇത്തിരി വർദ്ധിക്കും. അല്ലാത്ത സമയത്ത് ചാർജ് തീരെ കുറഞ്ഞാണ് പറഞ്ഞത്. അതും പിന്നെ അതുപോലെ തന്നെ പൊതുവെ ആരുടെയും പൈസ ഇല്ലാത്തതുകൊണ്ടൊക്കെ തോന്നണം ഓട്ടം ബുക്കിംഗ് ഒക്കെ ഭയങ്കര കുറവാണ്. പിന്നെ അതുകൂടാണ്ട് കൂടി ഇങ്ങോട്ട് കെട്ടിക്കിടക്കണമുണ്ടല്ലോ, ജോലി ഇല്ലാത്തവനും ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് പാർട്ട് ടൈം ആയിട്ട് ഉണ്ടാക്കാൻ നിൽക്കുന്ന ആൾക്കാരും, അതുപോലെ തന്നെ ഈ പഠിക്കാൻ വന്നേക്കണവന്മാരും ഒക്കെ ഇതുമ്മേ കിടന്ന് വിരകണമുണ്ട്. ഇതുകൊണ്ട് ജീവിച്ചു പോണ, കുടുംബം നോക്കി പോണ, വേറൊരു തൊഴിലും ചെയ്യാണ്ട് ഈ ഒരു കാര്യം കൊണ്ട് മാത്രം ജീവിച്ചു പോണ ആൾക്കാർക്കില്ല. ഇപ്പം മൊത്തത്തിൽ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. ഞങ്ങൾക്കൊക്കെ ഒരു പണി തന്നേക്കാണ് ഇപ്പോൾ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു കൂലി വർധനവ് ഉണ്ടാവണം. അതിൽ ഓട്ടോറിക്ഷ ഫീൽഡിലാണെങ്കിലും ടാക്സി ഫീൽഡാണെങ്കിലും ഒന്നില്ലെങ്കിൽ ഞങ്ങളുടെ കൂലി വർദ്ധിപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വില കുറക്കും. സാധനങ്ങളുടെയൊക്കെ ഡീസലിൻ്റെ, ഗ്യാസിൻ്റെയൊക്കെ, പെട്രോളിൻ്റെയൊക്കെ ഒന്ന് വില കുറക്കും. അവശ്യ സാധനങ്ങളൊക്കെ വില കുറക്കും. യുദ്ധമൊക്കെ കഴിയില്ലേ. അല്ലെങ്കിൽ കൂലി വർദ്ധിക്കും. ഈ ഓൺലൈൻ ടാക്സിക്കാരെ എല്ലാവരും അറിയാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. അത്രയ്ക്ക് വെറുത്ത്